ബ്രഹ്മോസിനെ കണ്ടു ഭയന്ന പാകിസ്ഥാനെ എറിഞ്ഞു വീഴ്ത്താൻ ഇന്ത്യ. വെട്ടിലാവുക ചൈനയും തുർക്കിയും. ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോൺ പദ്ധതികളെ നേരിടാൻ ഇന്ത്യ ചിലവാക്കുന്നത് 2000 കോടി. കൃത്യമായി പറഞ്ഞാൽ $34 മില്യൺ വരുന്ന ഡ്രോൺ നിർമ്മാണ പ്രോത്സാഹന പദ്ധതിക്കാണ് കേന്ദ്രം രൂപം നൽകാൻ പോകുന്നത്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് ശേഷം ഇറക്കുമതി ചെയ്യുന്ന ഡ്രോൺ ഘടകങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോൺ പദ്ധതികളെ നേരിടുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി. മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന 4 ദിവസത്തെ ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങളും വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള വിലയിരുത്തലുകളാണ് ഇന്ത്യയെ കൂടുതൽ തദ്ദേശീയ ഡ്രോണുകൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. ഡ്രോണുകൾ, നിർമ്മാണ ഘടകങ്ങൾ, സോഫ്റ്റ്വെയർ, കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾക്കൊള്ളുന്ന 2000 കോടി രൂപയുടെ പദ്ധതിക്ക് ഉടൻ രൂപം നൽകും. 2021 ഡ്രോൺ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനേക്കാൾ കൂടുതലാണ് ഈ പുതിയ പദ്ധതിയുടെ ചിലവ്. അടുത്ത 12 മുതൽ 24 മാസത്തിനുള്ളിൽ $470 മില്യൺ വരെ ആളില്ലാ വിമാന നിർമ്മാണത്തിന് ഘട്ടം ഘട്ടമായി ചെലവഴിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യ പ്രധാനമായും ഇസ്രയേലിൽ നിന്ന് സൈനിക ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ഡ്രോൺ വ്യവസായ മേഖല സൈന്യത്തിനുൾപ്പെടെ ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മോട്ടോറുകൾ, സെൻസറുകൾ, ഇമേജിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയ ചില ഘടകങ്ങൾക്കായി ചൈനയെ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. പുതിയ പദ്ധതിയിലൂടെ 2028 സാമ്പത്തിക വർഷം അവസാനത്തോടെ ഡ്രോൺ ഘടകങ്ങളുടെ 40% രാജ്യത്ത് നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഡ്രോണുകളുടെ ഇറക്കുമതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ ഘടകങ്ങൾക്ക് നിരോധനമില്ല. രാജ്യത്തിനുള്ളിൽ നിന്ന് ഭാഗങ്ങൾ സംഭരിക്കുന്ന നിർമ്മാതാക്കൾക്ക് സർക്കാർ കൂടുതൽ സഹായം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കമ്പനികളുടെ പ്രവർത്തന മൂലധനം, ഗവേഷണ വികസന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകി പ്രോത്സാഹന പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. അതിനിടെ പ്രതിരോധത്തിൽ വീണ്ടും കരുത്തുകൂട്ടുകയാണ് ഇന്ത്യ. ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 1.05 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ പ്രാരംഭ അനുമതി നൽകി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. മൈൻ സ്വീപ്പറുകൾ, ദ്രുത പ്രതികരണ ശേഷിയുള്ള സർഫസ് ടു എയർ മിസൈലുകൾ, ആൻഡ് റിക്കവറി വാഹനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയാണ് വാങ്ങാൻ പദ്ധതിയിടുന്നത്. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയ നിർമ്മാണ പദ്ധതികൾക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള DSC അംഗീകാരം നൽകിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഏകദേശം 44,000 കോടി രൂപ ചെലവിൽ മൈൻ കൗണ്ടർ മെഷർ വെസലുകൾ അഥവാ മൈൻ സ്വീപ്പറുകൾ ഏറ്റെടുക്കുന്നത് DSC അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശവുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.